നമസ്കാരം. പോർച്ചുഗൽ രാജാവായ മാനുവൽ ഒന്നാമൻ ഇന്ത്യയിലേക്കുള്ള കടൽപ്പാത കണ്ടെത്താൻ അയച്ച വാസ്കോ ഡ ഗാമയും സംഘവും വിജയം നേടി തിരികെ വന്നു. പക്ഷേ സാമൂതിരിയുമായി ഒരു നയതന്ത്ര ബന്ധം സ്ഥാപിക്കാനുള്ള വാസ്കോയുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു. എങ്കിലും സുഗന്ധവ്യഞ്ജനങ്ങളുടെ വിപണി പോർച്ചുഗൽ വരെ നേരിട്ടെത്തിക്കാൻ നയതന്ത്രമല്ല ഇനി വേണ്ടത് എന്ന് മനസ്സിലാക്കിയ മാനുവൽ രാജാവ് തൻ്റെ തന്ത്രങ്ങൾ മാറ്റി. ഇനി ഒരു ചർച്ചയല്ല, മറിച്ച് യുദ്ധത്തിലൂടെ വിപണി കീഴടക്കാൻ അദ്ദേഹം തീരുമാനമെടുത്തു. അതിനായുള്ള തയ്യാറെടുപ്പുകൾ ലിസ്ബൺ തുറമുഖം കേന്ദ്രീകരിച്ച് തുടങ്ങുകയും ചെയ്തു. കഴിഞ്ഞ തവണ ഒരു പര്യവേഷണ സംഘത്തെയും അതിന് തക്ക 4 കപ്പലുകളുമാണ് ഇന്ത്യയിലേക്ക് അയച്ചതെങ്കിൽ രണ്ടാം യാത്രയിൽ മാനുവൽ രാജാവ് തയ്യാറാക്കിയത് ഒരു ആർമാഡ തന്നെയായിരുന്നു. അതായത് ഏകദേശം 20 കപ്പലുകളടങ്ങിയ കപ്പൽ സൈന്യമാണ് തയ്യാറാക്കുന്നത്. അന്നത്തെ കാലത്തെ ഏറ്റവും വലുതും യുദ്ധസജ്ജവുമായ ശക്തമായ കപ്പലുകളായിരുന്നു അവ. ഈ കപ്പലുകളിൽ ഇത്തവണ യാത്ര ചെയ്യാനായി തിരഞ്ഞെടുത്തത് സാധാരണ നാവികരെ ആയിരുന്നില്ല. യുദ്ധങ്ങൾ ചെയ്ത് നല്ല പരിചയസമ്പന്നരായ സൈനികരായിരുന്നു അവർ യാത്ര ചെയ്യാനായി തിരഞ്ഞെടുത്തത്. ഈ ശക്തമായ കപ്പൽപ്പടയെ ഇന്ത്യയിലേക്ക് നയിക്കാനും പോർച്ചുഗലിന്റെ സൈന്യശക്തി എന്താണെന്ന് ലോകത്തിനു മുന്നിൽ തുറന്നു കാണിക്കാനും ഒരു ശക്തനായ ക്യാപ്റ്റനെ പ്രത്യേകം തിരഞ്ഞു പോകേണ്ട ആവശ്യം മാനുവൽ രാജാവിന് ഉണ്ടായില്ല. കാരണം കോഴിക്കോട് സാമൂതിരി രാജാവിന്റെ മുന്നിൽ തോറ്റു പിന്മാറി തിരികെ വരേണ്ടി വന്ന വാസ്കോ ഡ ഗാമ തനിക്കുണ്ടായ തോൽവിക്കും നാണക്കേടിനും പകരം വീട്ടാൻ ഒരു അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു. തൻ്റെ കപ്പൽ സേനയെ നയിക്കാൻ എന്തുകൊണ്ടും യോഗ്യൻ ഗാമയാണെന്ന് മാനുവൽ രാജാവ് കരുതി. ഈ തീരുമാനം ഗാമയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയായിരുന്നു. കഴിഞ്ഞ തവണ ഒരു പര്യവേഷണ സംഘത്തിന്റെ ക്യാപ്റ്റനായി യാത്ര നടത്തി തിരികെ വന്ന ഗാമ ആയിരുന്നില്ല ഇത്തവണ ഒരു കപ്പൽ സേനയുമായി ഇന്ത്യയിലേക്ക് യാത്ര തിരിക്കാൻ തയ്യാറാകുന്നത്. അഡ്മിറൽ ഓഫ് ഇന്ത്യ എന്ന പദവി നൽകിയാണ് മാനുവൽ രാജാവ് ഗാമയെ ഇത്തവണ ഇന്ത്യയിലേക്ക് യാത്രയാക്കാൻ ഒരുങ്ങുന്നത്. തയ്യാറെടുപ്പുകളുടെ ഭാഗമായി 20 കപ്പലുകളുടെ വ്യൂഹത്തെ ഗാമ 3 സ്ക്വാഡ്രണുകളായി തിരിക്കുന്നു. അതിൽ ഫസ്റ്റ് സ്ക്വാഡ്രൺ, ഇതിൽ 10 കപ്പലുകളാണ് ഉണ്ടായിരിക്കുക. ഈ 10 കപ്പലുകളും വാസ്കോ ഡ ഗാമയുടെ നേതൃത്വത്തിൽ ആയിരിക്കും ഉണ്ടാവുക. ഇതിൽ പ്രധാന ഷിപ്പായ, അതായത് ഫ്ലാഗ് ഷിപ്പായ സാവോ ജെറോനിമോ എന്ന കപ്പലാണ് ഗാമയ്ക്കായി തയ്യാറാക്കപ്പെട്ടത്. സെക്കൻഡ് സ്ക്വാഡ്രൺ, ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത് 5 കപ്പലുകളാണ്. ഈ കപ്പലുകളുടെ നിയന്ത്രണം നൽകിയിരിക്കുന്നത് വാസ്കോ ഡ ഗാമയുടെ തന്നെ അമ്മാവനായ വിൻസെന്റ് സോദ്രിയയായിരുന്നു. ഇതേ സ്ക്വാഡ്രണിലുള്ള ഗാരിഡ എന്ന കപ്പലിന്റെ ക്യാപ്റ്റനായി ഗാമയുടെ മറ്റൊരു അമ്മാവനായ ബ്രാസ്റ്റ് സോദ്രിയയും പിന്നെ ഫെർഡോ റോഡ്രിഗസ് എന്നും സാവോ പൗലോ എന്നും പേരുള്ള കപ്പലുകളുടെ ക്യാപ്റ്റന്മാരായി ഗാമ തന്റെ ബന്ധുക്കളായ അൽവാരെ ഡെ അറ്റെദെ, ഗാസ്പർ ഡി ഗാമ എന്നിവരെയും നിയമിക്കുന്നു. മൂന്നാമത്തെ സ്ക്വാഡ്രൺ, കപ്പലുകളെ പല ഗ്രൂപ്പുകളായി തിരിക്കുമ്പോൾ തന്നെ ഈ മൂന്നാമത്തെ സ്ക്വാഡ്രണിലുള്ള കപ്പലുകളുടെ നിർമ്മാണം നടക്കുകയാണ്, പൂർണ്ണമായിട്ടില്ല. എങ്കിലും അതിലെയും ക്യാപ്റ്റന്മാരെ നേരത്തെ കൂട്ടി ഗാമ നിയമിക്കുകയായിരുന്നു. ഈ ഗ്രൂപ്പിലും ഉണ്ടായിരുന്നത് 5 കപ്പലുകളാണ്. അതിൽ ഫോർഡേലോമാർ എന്ന കപ്പലിന്റെ ക്യാപ്റ്റനായ എസ്റ്റേവോ ഡെ ഗാമയെയാണ് ഈ മൂന്നാമത്തെ സ്ക്വാഡ്രന്റെ നിയന്ത്രണം ഏൽപ്പിച്ചത്. ഇദ്ദേഹവും ഗാമയുടെ അടുത്ത ബന്ധു തന്നെയായിരുന്നു. അതായത് 3 സ്ക്വാഡ്രണുകൾ. ഒന്നാമത്തേതിൽ 10 കപ്പലുകൾ, അതിന്റെ ക്യാപ്റ്റൻ വാസ്കോ ഡ ഗാമ. രണ്ടാമത്തേത് 5 ഷിപ്പുകൾ, അതിൽ ക്യാപ്റ്റൻ വിൻസെന്റ് സോദ്രെ. മൂന്നാമത്തെ ഗ്രൂപ്പിലെ 5 കപ്പലുകളുടെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല എങ്കിലും അതിന്റെ ക്യാപ്റ്റനായി നിയമിച്ചിരിക്കുന്നത് എസ്റ്റെവോ ഡെ ഗാമയെയാണ്. ഇതാണ് ഗാമയുടെ രണ്ടാമത്തെ യാത്രയ്ക്കായി തയ്യാറാക്കിയ കപ്പൽ വ്യൂഹം. 3 സ്ക്വാഡ്രണുകളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും. എല്ലായിടത്തും ഗാമ സ്വന്തം കുടുംബത്തിലുള്ളവരെ തന്നെയാണ് പ്രധാന സ്ഥാനങ്ങളിൽ ഇരുത്തിയിരിക്കുന്നത്. ഇതിന്റെ പ്രധാന കാരണം ഒരു വലിയ യാത്രയാണ് നടത്തേണ്ടത് എന്ന് തന്നെയാണ്. മാത്രമല്ല, ഒരു പര്യവേഷണ യാത്രയല്ല ഇനി നടക്കാൻ പോകുന്നത്. ഇനി നടക്കാൻ പോകുന്നത് ഒരു സൈനിക നീക്കമാണ്. അപ്പോൾ ഈ യാത്രയിൽ അധികാരസ്ഥാനത്തിരിക്കുന്നവർ ഗാമയ്ക്ക് വിശ്വാസമുള്ളവരും ഒരിക്കലും ഒരു കലാപത്തിലേക്ക് പോകാൻ സാധ്യത ഇല്ലാത്തവരും ആയിരിക്കണം. അതുകൊണ്ടാണ് അധികം ദൂരയാത്രകൾ നടത്തി പരിചയം പോലും ഇല്ലാത്ത ബന്ധുക്കളായ പലർക്കും പ്രധാന സ്ഥാനമാനങ്ങൾ ഗാമ നൽകിയത്. അതൊക്കെ കൊണ്ട് തന്നെ ഇപ്പോൾ ഈ യാത്ര വിജയകരമാക്കേണ്ടത് മാനുവൽ രാജാവിന്റെ മാത്രം ഒരു അഭിമാന പ്രശ്നമല്ല, മറിച്ച് വാസ്കോ ഡ ഗാമയുടെയും വാസ്കോ ഡ ഗാമയുടെ കുടുംബത്തിലുള്ളവരും നയിക്കുന്ന ഈ യാത്ര വിജയിപ്പിച്ചെടുക്കേണ്ടത് ഗാമയ്ക്കും കുടുംബത്തിലുള്ളവർക്കും കൂടിയുള്ള അഭിമാന പ്രശ്നം തന്നെയാണ്. ഈ യാത്രാ സംഘത്തെപ്പറ്റി, ഇതിലുള്ള ആളുകളുടെയും കപ്പലുകളുടെയും എണ്ണത്തെപ്പറ്റിയും പല ചരിത്രകാരന്മാരും പല രീതിയിലാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലെ ആൾക്കാരുടെ എണ്ണവും കപ്പലുകളുടെ എണ്ണവും ഒക്കെ എത്രയെന്ന് ഉറപ്പിച്ച് പറയാൻ സാധ്യമല്ല. എങ്കിലും നമുക്ക് കിട്ടിയ ഏറ്റവും വിശ്വസ്തമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കഥ വിവരിക്കുന്നത്. എന്തായാലും വാസ്കോ ഡ ഗാമയും അദ്ദേഹത്തിന്റെ അമ്മാവൻ വിൻസെന്റ് സോദ്രയും നയിക്കുന്ന ഒന്നാമത്തെ സ്ക്വാഡ്രണിലും രണ്ടാമത്തെ സ്ക്വാഡ്രണിലും ഉൾപ്പെടുന്ന 15 കപ്പലുകളാണ് 1502 ഫെബ്രുവരി 10 ലിസ്ബണിൽ നിന്നും യാത്ര തിരിക്കുന്നത്. കപ്പലുകളുടെ നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ മൂന്നാമത്തെ സ്ക്വാഡ്രൺ ഗാമയും സംഘവും പുറപ്പെട്ടതിന് ശേഷം
2 മാസം കൂടി കഴിഞ്ഞിട്ടാണ് പുറപ്പെടാൻ സാധിച്ചത്. 1502 ഫെബ്രുവരി 10 പുറപ്പെട്ട ഗാമയും സംഘവും ഫെബ്രുവരി അവസാനത്തോടെ ആദ്യം കപ്പലടുപ്പിച്ചത് ബേ ഓഫ് ഡക്കാറിലായിരുന്നു. അവിടെ നിന്നും കേപ്പ് വെർഡെ ദ്വീപസമൂഹങ്ങൾ വഴി തെക്കു പടിഞ്ഞാറൻ ദിശയിൽ യാത്ര ചെയ്ത അവർ മാർച്ചിൽ കേപ്പ് സെന്റ് അഗസ്റ്റിൻ ദ്വീപിൽ എത്തിച്ചേരുന്നു. തിരികെ ആഫ്രിക്കൻ തീരത്തേക്ക് യാത്ര തിരിച്ച ഈ കപ്പൽ വ്യൂഹത്തിന് നിരവധി കൊടുങ്കാറ്റുകൾ നേരിടേണ്ടി വന്നു. ഇതെല്ലാം മറികടന്ന് അവർ മുന്നോട്ട് നീങ്ങി. അന്നുവരെ അവർ നേരിടാത്ത വലിയ തിരമാലകളും കൊടുങ്കാറ്റുകളും അത്ഭുതകരമായ വിധം അവർ മറികടന്നു. 20 കപ്പലുകളും ആഫ്രിക്കൻ തീരത്തെത്തിക്കാൻ ഗാമയ്ക്കും സംഘത്തിനും സാധിച്ചു. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി അവർ യാത്ര മുന്നോട്ട് തുടർന്നു. കൊടുങ്കാറ്റിൽ പല ദിക്കുകളിലുമായിപ്പോയി എങ്കിലും വീണ്ടും കണ്ടുമുട്ടാനായി ഒന്നിച്ചുകൂടാൻ മുൻപേ കൂട്ടി അവർ നിശ്ചയിച്ചിരുന്ന സ്ഥലമായിരുന്ന സൊഫാലിയയിൽ ഈ 20 കപ്പലുകളും സുരക്ഷിതമായി ചെന്നെത്തി. സൊഫാലിയ നഗരം ആഫ്രിക്കൻ വൻകരയിലെ സ്വർണ്ണ വ്യാപാരത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു. ആഫ്രിക്കയിലെ സ്വർണ്ണ വ്യാപാരത്തിൽ സൊഫാലിയ പ്രവിശ്യയുടെ പ്രത്യേകത മനസ്സിലാക്കിയ വാസ്കോ ഡ ഗാമ ഉടൻ തന്നെ ഈ പ്രദേശത്ത് ഒരു കോട്ട നിർമ്മിക്കാൻ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്നു. കോട്ട സ്ഥാപിച്ചതിന് ശേഷം അവിടെ ഗാമ സ്വർണ്ണ വ്യാപാരത്തിൽ ഏർപ്പെടാൻ തീരുമാനിച്ചു. പോർച്ചുഗീസുകാരുടെ കയ്യിലുണ്ടായിരുന്ന സ്ഫടിക വസ്തുക്കൾ നൽകി വൻതോതിൽ അവർ സ്വർണ്ണങ്ങൾ വാങ്ങിക്കൂട്ടി. സൊഫാലിയയിൽ നിന്നും ഗാമ സ്വർണം സ്വന്തമാക്കിയത് തന്റെ വലിയ കപ്പൽ സൈന്യത്തെയും അതിലെ ആയുധശേഖരത്തെയും കാട്ടി ഭയപ്പെടുത്തിയാണെന്നും പറയപ്പെടുന്നു. അവിടെ നിന്നും യാത്ര തുടർന്ന ഗാമ പിന്നീട് ചെന്നെത്തിയത് മൊസംബിക് പ്രവിശ്യയിലേക്കായിരുന്നു. കഴിഞ്ഞ തവണ വന്നതിനേക്കാൾ 10 മടങ്ങ് ശക്തിയിൽ തിരിച്ചെത്തിയ ഗാമയെ ഇത്തവണ മൊസംബിക് ഭരണകൂടം വളരെ സൗഹൃദപരമായി തന്നെയാണ് സ്വീകരിച്ചത്. സ്വർണവും മറ്റും നൽകി മൊസംബിക് പ്രവിശ്യയിലുള്ള ആളുകൾ ഗാമയെ പിണക്കാതെ പറഞ്ഞയക്കുകയും ചെയ്തു. അതിനുശേഷം ഗാമ ചെന്നെത്തുന്നത് കിൽവ എന്ന പ്രവിശ്യയിലേക്കാണ്. ഗാമ അവിടെ ചെന്നെത്തുന്നതിനും 1 നൂറ്റാണ്ട് മുൻപെങ്കിലും ഈ നഗരം അതിൻ്റെ സുവർണ കാലഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞിരുന്നു. സ്വർണ്ണ കച്ചവടത്തിൻ്റെയും ആനക്കൊമ്പിൻ്റെ വ്യാപാരത്തിലൂടെയും ഒക്കെ അതിസമ്പന്നമായ പ്രവിശ്യയായിരുന്നു കിൽവ. അവിടെ കപ്പലടുപ്പിച്ച ഗാമ കിൽവയിലെ സുൽത്താനെ നേരിട്ട് കാണാനുള്ള ആഗ്രഹം അറിയിക്കുന്നു. പക്ഷേ അസുഖബാധിതനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കിൽവയിലെ സുൽത്താൻ ഗാമയെ കാണുന്നതിൽ നിന്നും പിന്മാറി. വീണ്ടും അവിടെ തങ്ങി ചർച്ചകൾ നടത്തി സമയം കളയാനൊന്നും ഗാമയ്ക്ക് ക്ഷമയുണ്ടായിരുന്നില്ല. ഗാമ തന്റെ കപ്പൽ വ്യൂഹത്തോട് ഈ ദ്വീപ് വളയാൻ ആജ്ഞാപിക്കുന്നു. സുൽത്താന്റെ കൊട്ടാരത്തിനരികിൽ കപ്പലടുപ്പിച്ച ഗാമ ഒരു ദൂതനെ കൊട്ടാരത്തിലേക്ക് അയച്ചു. ഈ നഗരത്തിലുള്ള എല്ലാവരെയും ഒരു നിമിഷം കൊണ്ട് ചുട്ടരിക്കാൻ തനിക്ക് സാധിക്കുമെന്നും സുൽത്താനെയടക്കം നഗരം ചുട്ട് ചാമ്പലാക്കുമെന്നുമുള്ള ഭീഷണിയായിരുന്നു ഈ സന്ദേശത്തിൽ ഉണ്ടായിരുന്നത്. ശരിക്കും ഈ സന്ദേശം സുൽത്താനെ ഭയപ്പെടുത്തി. സുൽത്താൻ വളരെ പെട്ടെന്ന് ഗാമയുമായി ഒരു സന്ധി സംഭാഷണത്തിന് തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തു. ഇതോടെ കിൽവ പ്രവിശ്യയിൽ നടക്കുന്ന സ്വർണ്ണ വ്യാപാരത്തിലും സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിലുമൊക്കെ പോർച്ചുഗീസ് രാജാവിന്റെ മേൽക്കൈ ഉണ്ടാകുമെന്നും മറ്റുമുള്ള സന്ധിയിൽ സുൽത്താൻ ഒപ്പിടാൻ നിർബന്ധിതനായി. മാത്രമല്ല ഈ ദ്വീപിന്റെ സംരക്ഷണത്തിനായി എല്ലാ വർഷവും കപ്പം നൽകാനും ഗാമ സുൽത്താനോട് ആവശ്യപ്പെട്ടു. ഇനി കിൽവ പ്രവിശ്യ പോർച്ചുഗീസിന്റെ അധീനതയിലാണെന്ന് മനസ്സിലാക്കാൻ അവിടെയുള്ള ഏറ്റവും വലിയ ഗോപുരത്തിന് മുകളിൽ, അതായത് ഈ സുൽത്താന്റെ തന്നെ കൊട്ടാരത്തിന് മുകളിൽ പോർച്ചുഗീസ് പതാക സ്ഥാപിച്ചതിന് ശേഷമാണ് ഗാമ അവിടെ നിന്നും മുന്നോട്ട് യാത്രയാവുന്നത്. ഇതിനുശേഷം 1502 ജൂലൈ 27 ഗാമ സംഘം ചെന്നെത്തിയത് മിലിൻഡി തുറമുഖത്താണ്. മിലിൻഡി പ്രദേശവാസികളുമായി ഗാമ വളരെ സൗഹൃദപരമായി തന്നെയാണ് ഇത്തവണയും ഇടപെട്ടത്. അവിടെ 2 ദിവസം വിശ്രമിച്ചതിന് ശേഷം ജൂലൈ 29 വീണ്ടും ഗാമയും സംഘവും യാത്ര ആരംഭിച്ചു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് ഇന്ത്യൻ മഹാസമുദ്രം വഴി യാത്ര ചെയ്യാനുള്ള അനുകൂലമായ കാറ്റ് ഈ സമയത്ത് ഗാമയ്ക്കും സംഘത്തിനും ലഭിച്ചു. ഈ കാറ്റ് മുതലാക്കിക്കൊണ്ട് ഗാമ വളരെ വേഗത്തിൽ ഇന്ത്യൻ മണ്ണിലേക്കുള്ള തന്റെ 2ാമത്തെ യാത്ര എളുപ്പത്തിലാക്കി. ആദ്യത്തെ തവണ നേരിട്ട പോലെയുള്ള പ്രശ്നങ്ങൾ ഇത്തവണത്തെ യാത്രയിൽ അവർക്കുണ്ടായില്ല. കാരണം എത്ര ദൂരം എത്ര ദിവസം യാത്ര ചെയ്യണമെന്നത് ഇത്തവണ ഗാമയ്ക്ക് വ്യക്തമായി തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനാവശ്യമായ ആഹാര ഭക്ഷണങ്ങളൊക്കെ അവർ കരുതുകയും ചെയ്തു. നല്ല തയ്യാറെടുപ്പുകൾ, മികച്ച ശേഷിയുള്ള കപ്പലുകൾ, മാത്രമല്ല അനുകൂലമായ കാലാവസ്ഥയും ഇതെല്ലാം ലഭിച്ചതോടെ വളരെ സുരക്ഷിതമായി 1502 ഓഗസ്റ്റ് 20 ഗാമ നയിച്ച ഈ 15 കപ്പലുകളും ഗോവയ്ക്കടുത്തുള്ള ആഞ്ചേദീവ ദ്വീപിൽ ചെന്നെത്തുന്നു. ആഞ്ചേദീവ ദ്വീപ് കൂടാതെ ഗോവ അടക്കമുള്ള സമുദ്രപ്രദേശങ്ങൾ ഒന്നൊന്നായി ഗാമയും സംഘവും ആക്രമിച്ച് തന്നെ കീഴടക്കി. പ്രത്യേകിച്ച് ഒരു കാരണം പോലുമില്ലാതെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഗാമ ഈ ചെറുനഗരങ്ങളിൽ ഭീതി പടർത്തുന്ന ആക്രമണം അഴിച്ചുവിട്ടു. ലോകത്തുള്ള കടലുകളുടെ അധിപനായ പോർച്ചുഗൽ രാജാവിന്റെ കപ്പലുകളാണ് ഇതെന്നും എല്ലാവരും തങ്ങളുടെ നിയമത്തിന് കീഴിൽ വരണമെന്നും ഗാമ ആക്രമിച്ച് കീഴടക്കിയ ഈ ചെറുനഗരങ്ങളിലെ രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടുമൊക്കെ ആജ്ഞാപിക്കുന്നു. ശേഷം ഗോവൻ തീരത്ത് നിന്നും ഗാമയും സംഘവും തുടർ ആക്രമണങ്ങൾ നടത്തുന്നതിനായി ഒരു ഹബ്ബ് രൂപീകരിക്കാൻ തീരുമാനിച്ചു. അതിനായി അവർ തിരഞ്ഞെടുത്ത സ്ഥലം അന്ന് മൗണ്ട് ഡൽഹി എന്നറിയപ്പെടുന്ന ഇന്നത്തെ ഏഴിമല പ്രദേശമായിരുന്നു. മലബാർ തീരം കേന്ദ്രീകരിച്ച് വ്യാപാരം നടത്തുന്ന കപ്പലുകൾ ആക്രമിച്ച് കീഴടക്കാൻ ഏഴിമല കേന്ദ്രീകരിച്ച് രൂപീകരിച്ച ഈ ഹബ്ബിൽ വെച്ച് ഗാമയും സംഘവും തീരുമാനിക്കുന്നു. മലബാർ തീരം ലക്ഷ്യമാക്കി ഗാമയും സംഘവും യാത്ര ചെയ്യുന്നതിനിടയിൽ ഒരു വലിയ കപ്പൽ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു.
അത് മിരി എന്ന കപ്പലായിരുന്നു. ഈ കപ്പലിൽ ഉണ്ടായിരുന്നത് മക്കയിൽ നിന്നും തിരികെ വന്ന അറബികളായ തീർത്ഥാടകരായിരുന്നു. ഉടൻ തന്നെ ഗാമയുടെ നിർദ്ദേശത്തിൽ പോർച്ചുഗീസ് കപ്പലുകൾ മിരി എന്ന കപ്പൽ വളഞ്ഞു. പോർച്ചുഗീസ് കപ്പലുകൾ പാഞ്ഞെടുക്കുമ്പോൾ മിരി കപ്പലിൽ ഉണ്ടായിരുന്നവർ കരുതിയത് സാധാരണ ഈ കടൽ തീരങ്ങളിൽ കണ്ടുവരുന്ന കടൽ കൊള്ളക്കാരാണ് എന്നായിരുന്നു. അവരോട് സാധാരണയായി ചർച്ചകൾ നടത്തി തീർത്ഥാടകരാണെന്നും മറ്റും പറഞ്ഞ് രക്ഷപ്പെടുകയാണ് പതിവ്. മാത്രമല്ല, എന്തെങ്കിലും പണമോ ചെറിയ ഭക്ഷണ ശേഖരമോ അവർക്ക് നൽകിയാൽ അവർ ആക്രമിക്കാതെ തിരികെ പോവുകയും ചെയ്യും. അങ്ങനെ അവരുമായി ചർച്ച നടത്താൻ മിരി കപ്പലിലെ ക്യാപ്റ്റനും നാവികരും മുന്നോട്ട് വന്നു. തങ്ങൾ ഒരു തീർത്ഥാടക സംഘമാണെന്നും ഞങ്ങളെ ആക്രമിച്ചാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കൊള്ളയടിക്കാൻ തക്കതായി ഒന്നുമില്ലെന്നും കയ്യിൽ ഉണ്ടായിരുന്ന ഭക്ഷണവും പണവും ആഭരണങ്ങളും ഒക്കെ നൽകാമെന്നും തങ്ങളെ വെറുതെ വിടണമെന്നും മിരി കപ്പലിലെ അറബികൾ ഗാമയോടും സംഘത്തോടും അഭ്യർത്ഥിച്ചു. പക്ഷേ അതൊന്നും കേൾക്കാനോ അവരുമായി ചർച്ച ചെയ്യാനോ പോലും ഗാമ തയ്യാറായില്ല. മിരി കപ്പലിലുള്ളവർ, അതായത് സ്ത്രീകളും കുട്ടികളും അടക്കം ആക്രമണം ഭയന്ന് അവരുടെ കാതിലും കയ്യിലും കഴുത്തിലും ഉണ്ടായിരുന്നതെല്ലാം ഊരിയെടുത്ത് പോർച്ചുഗീസ് സംഘത്തിന് നൽകി. പക്ഷേ ഇതുകൊണ്ടൊന്നും ഗാമ സന്തുഷ്ടനായില്ല. ഉടൻ തന്നെ ഗാമയുടെ നിർദ്ദേശത്താൽ പോർച്ചുഗീസ് സൈനികർ മിരി കപ്പലിൽ അതിക്രമിച്ച് കടന്നു ചെന്നു. ശേഷം കപ്പലിൽ ഉണ്ടായിരുന്ന തുഴകളും കപ്പലിന്റെ പായ്മരങ്ങളും നശിപ്പിച്ചു. ശേഷം അതൊക്കെ കടലിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. അതായത് കപ്പൽ നിയന്ത്രിക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും അവർ നശിപ്പിച്ചു. കപ്പൽ പൂർണ്ണമായും നശിപ്പിക്കാൻ തന്നെയാണ് ഗാമയും സംഘവും ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിലുണ്ടായിരുന്ന തീർത്ഥാടകരായ അറബികളായ യാത്രക്കാർ നിലവിളിക്കുകയും കരഞ്ഞപേക്ഷിക്കുകയും ചെയ്തു. പക്ഷേ അതൊന്നും കേൾക്കാൻ ഗാമയോ ഗാമയുടെ സംഘമോ തയ്യാറായില്ല. ഗാമയുടെ സൈന്യം ഈ കപ്പൽ വിട്ടു പോകുന്നതിന് മുൻപ് കപ്പലിൽ തീയിടുകയും ചെയ്തു. ശേഷം അതേ കപ്പലിൽ ഉണ്ടായിരുന്ന രക്ഷാബോട്ടുകളിലാണ് ഈ സൈന്യം തിരികെ അവരുടെ കപ്പലുകളിലേക്ക് എത്തിയത്. അതായത് ഒരു രീതിയിലും മിരി കപ്പലിലുള്ളവർ ജീവനോടെ രക്ഷപ്പെടാതിരിക്കാനാണ് ഗാമ ഇതൊക്കെ ചെയ്യാൻ നിർദ്ദേശിച്ചത്. കപ്പലിൽ തീ ആളിപ്പടർന്നതോടെ അതിലുണ്ടായിരുന്നവർ ആകെ പരിഭ്രാന്തരായി. അതിൽ ചിലർ മനസാന്നിധ്യം വീണ്ടെടുത്ത് കയ്യിലുണ്ടായിരുന്ന തുണികളും മറ്റും ഉപയോഗിച്ച് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തി. ചിലർക്കൊക്കെ പൊള്ളലേറ്റു. എങ്കിലും എല്ലാവരും ചേർന്ന് കപ്പലിൽ ആളിപ്പടർന്ന ആ തീ അണയ്ക്കുക തന്നെ ചെയ്തു. വീണ്ടും ആക്രമിക്കാതിരിക്കാൻ കപ്പലിലുണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളും ഒക്കെ ഗാമയോട് യാചിക്കുന്നുണ്ടായിരുന്നു. കപ്പലിൽ ഉണ്ടായിരുന്ന ധനവും ഭക്ഷണവും ഒക്കെ നൽകി അവർ യാചിച്ചത് ഗാമയുടെ സഹതാപത്തിന് വേണ്ടി മാത്രമായിരുന്നു. തീ അണച്ചുവെങ്കിലും ഉൾക്കടലിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു കപ്പലിലാണ് ഇപ്പോൾ അവർ ഉള്ളത്. മാത്രമല്ല, ഉണ്ടായിരുന്ന ഭക്ഷണശേഖരം പോർച്ചുഗീസുകാർ എടുക്കുകയും ചെയ്തു. ഈ കപ്പലിനെ ചുറ്റിപ്പറ്റി പോർച്ചുഗീസ് സംഘം 5 ദിവസങ്ങളാണ് ചുറ്റിക്കൊണ്ടിരുന്നത്. 5-ാം ദിവസം പെട്ടെന്ന് വീശിയ ഒരു കാറ്റിൽ ഒരു പോർച്ചുഗീസ് കപ്പൽ ഈ മിരി കപ്പലിന്റെ അരികിലെത്തി. ജീവൻ രക്ഷിക്കാൻ മറ്റ് മാർഗങ്ങൾ ഇല്ലാതിരുന്ന മിരി കപ്പലിലെ അറബികളായ യാത്രക്കാരും നാവികരും ചേർന്ന് അതിലുണ്ടായിരുന്ന കയറുകൾ ഉപയോഗിച്ച് പോർച്ചുഗീസ് കപ്പൽ വലിച്ചെടുപ്പിച്ചു. ശേഷം മിരി കപ്പലിൽ ഉണ്ടായിരുന്നവർ കയ്യിൽ കിട്ടിയ വസ്തുക്കളൊക്കെ ആയുധമാക്കി പോർച്ചുഗീസ് കപ്പലിലേക്ക് ഇരച്ച് കയറി. ഈ നീക്കം കപ്പലിൽ ഉണ്ടായിരുന്ന പോർച്ചുഗീസുകാരെ ആകെ ഞെട്ടിക്കുക തന്നെ ചെയ്തു. അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരുന്നു ഈ ആക്രമണം. പക്ഷേ എന്നിട്ടും ആയുധധാരികളായ പോർച്ചുഗീസ് സംഘം അവർക്കെതിരെ യുദ്ധം ചെയ്തു. വാളുകൾ കൊണ്ട് വെട്ടിയും അമ്പുകളെയ്തും മിരി കപ്പലിൽ ഉണ്ടായിരുന്ന മക്ക തീർത്ഥാടകരെ അവർ ആക്രമിച്ചു. വെട്ടേറ്റ് വീണവർ വീണ്ടും വീണ്ടും എണീറ്റ് യുദ്ധം ചെയ്യാൻ തുടങ്ങി. അമ്പുകൾ തളച്ചു കയറിയവർ അതൂരി അവർ വീണ്ടും യുദ്ധം ചെയ്യാനായി മുന്നോട്ട് വന്നു. അറബികളുടെ ആത്മവീര്യം കണ്ട പോർച്ചുഗീസുകാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. എത്ര ആക്രമിച്ചിട്ടും അവർ മരിച്ചു വീഴുന്നില്ല എന്ന് പോലും പോർച്ചുഗീസുകാർക്ക് തോന്നി. ശരീരത്തിൽ തുളച്ചു കയറിയ അമ്പുകളൂരി അവർ പോർച്ചുഗീസുകാർക്ക് നേരെ എറിയുകയും ചെയ്യുന്നു. ആദ്യമൊക്കെ മറ്റു പോർച്ചുഗീസ് കപ്പലുകൾക്ക് മിരി കപ്പലിന്റെ അരികിലെത്താൻ ഈ സമയത്തുള്ള കാറ്റ് അനുവദിച്ചില്ല. പക്ഷേ അല്പനേരം കഴിഞ്ഞ് മറ്റൊരു പോർച്ചുഗീസ് കപ്പൽ വളരെ പണിപ്പെട്ട് മിരി കപ്പലിന്റെ മറുവശത്ത് എത്തി. ശേഷം അതിലെ സൈനികർ മിരി കപ്പലിലേക്ക് ഇരച്ചു കയറി. ഇതോടെ ആദ്യത്തെ കപ്പൽ ആക്രമിച്ചു കൊണ്ടിരുന്ന തീർത്ഥാടകർ രണ്ടാമത്തെ കപ്പലിന് നേരെ തിരിഞ്ഞു. ഇതോടെ ആദ്യത്തെ കപ്പലിന് അതിനെ കെട്ടിയിട്ടിരുന്ന കയറുകൾ മുറിച്ച് കപ്പലിൽ നിന്നും വേർപെടാനും സാധിച്ചു. ആദ്യത്തെ കപ്പൽ വേർപെട്ടതോടെ രണ്ടാമതായി വന്ന കപ്പലിൽ ഉണ്ടായിരുന്ന സൈനികർ തിരികെ തങ്ങളുടെ കപ്പലിലേക്ക് പോയി. ശേഷം രണ്ടാമത്തെ കപ്പലും മിരി കപ്പലിൽ നിന്നും മാറ്റാൻ സാധിച്ചു. ഇരു കപ്പലുകളും മിരി കപ്പലിൽ നിന്നും ദൂരെയായതോടെ ഗാമ മിരി കപ്പൽ തീയിടാൻ ആജ്ഞാപിച്ചു. ചെറുവള്ളങ്ങളിൽ കപ്പൽ വളഞ്ഞ സൈന്യം മിരി കപ്പലിന് തീയിട്ടു. നിരായുധരായ തീർത്ഥാടകർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആളിപ്പടർന്ന തീ കപ്പലിനെ വിഴുങ്ങി. നിരപരാധികളായ നിരവധി തീർത്ഥാടകർ ഈ തീയിൽ വെന്തുരുകി മരിച്ചു. ജീവൻ രക്ഷിക്കാനായി ചിലർ കടലിലേക്ക് ചാടി ഗാമയുടെ കപ്പലുകൾക്ക് നേർക്ക് നീന്തി. അവരെ അമ്പെയ്തു കൊല്ലാൻ ഗാമ ഓർഡറിട്ടു. ഇതോടെ ഒന്നില്ലാതെ എല്ലാവരെയും പോർച്ചുഗീസ് സൈന്യം കൊന്നൊടുക്കുകയായിരുന്നു. പക്ഷേ ഈ മിരി കപ്പലിൽ ഉണ്ടായിരുന്ന 20 കുട്ടികളെ രക്ഷപ്പെടുത്തി പോർച്ചുഗീസ് കപ്പലുകളിൽ കൊണ്ടുവന്ന് ഗാമയും സംഘവും അവരെ മതപരിവർത്തനം നടത്തിയെന്നും പറയപ്പെടുന്നുണ്ട്. കുട്ടികളെ രക്ഷപ്പെടുത്തിയെങ്കിലും മലബാർ തീരത്ത് മിരി കപ്പലിൽ അറബികൾക്കെതിരെ നടന്ന ഈ ക്രൂരത ഒരിക്കലും മാപ്പർഹിക്കുന്ന ഒന്നല്ല. നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഈ ക്രൂരത ഇന്നും ഓർമ്മിക്കപ്പെടേണ്ടതുണ്ട്.
ഈ ആക്രമണത്തിന് ശേഷം ഗാമയും സംഘവും തങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം തേടി വീണ്ടും യാത്ര തെക്കൻ തീരത്തേക്കാക്കി. വളരെ വേഗത്തിലുള്ള ഈ യാത്ര ചെന്ന് നിന്നത് കണ്ണൂർ ഭാഗത്താണ്. കണ്ണൂർ നഗരം ഇതിനകം തന്നെ പോർച്ചുഗീസ് സൗഹൃദ പ്രദേശമായി മാറിക്കഴിഞ്ഞിരുന്നു. വാസ്കോഡ ഗാമയുടെ വരവ് അന്നത്തെ ഭരണാധികാരിയായ കോലത്തിരി രാജാവ് തന്റെ രാജകീയമായ പരിവാരങ്ങൾക്കൊപ്പം സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായത്. കോഴിക്കോട് പ്രവിശ്യയും സാമൂതിരി രാജാവിനെയും കീഴടക്കേണ്ട തന്റെ ലക്ഷ്യം പൂർത്തിയാക്കാനായി കണ്ണൂർ മണ്ണിൽ ഇറങ്ങാതെ തന്നെ കോഴിക്കോട് തിരികെ പോകാൻ ഗാമ തീരുമാനിച്ചു. പക്ഷേ ചില സമ്മാന കൈമാറ്റങ്ങളും വ്യാപാര കരാറുകളും കണ്ണൂർ കോലത്തിരി രാജാവുമായി പറഞ്ഞുറപ്പിച്ച ശേഷമാണ് ഗാമ കോഴിക്കോട്ടേക്ക് യാത്ര തിരിച്ചത്. ഈ ഉടമ്പടികൾ പക്ഷേ കോലത്തിരി രാജാവിന് അത്ര സ്വീകാര്യമായിരുന്നില്ല. കാരണം കണ്ണൂർ നഗരത്തിൽ പോർച്ചുഗീസ് ഫാക്ടറി സ്ഥാപിക്കാനും സുഗന്ധവ്യഞ്ജന വ്യാപാരങ്ങൾ ചെയ്യുന്നതിൽ പോർച്ചുഗീസുകാർക്ക് കൂടുതൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടിയും വരുന്ന രീതിയിലായിരുന്നു ഈ കരാറുകളൊക്കെ ഉണ്ടായിരുന്നത്. മാത്രമല്ല അന്നു മുതൽ കണ്ണൂർ തുറമുഖത്ത് നടത്തുന്ന കച്ചവട കപ്പലുകളെക്കുറിച്ചുള്ള എല്ലാ പൂർണ്ണമായ വിവരങ്ങളും പോർച്ചുഗീസുകാർക്ക് നൽകണമെന്നും അതല്ലെങ്കിൽ പോർച്ചുഗീസ് സൈന്യത്തിന്റെ ആക്രമണത്തിന് ഇരയാകുമെന്നും ഈ കരാറിൽ പ്രതിപാദിച്ചിരുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ആക്രമണം ഭയന്ന് കരാർ അനുസരിക്കുക മാത്രമേ അവർക്ക് വഴിയുണ്ടായിരുന്നുള്ളൂ. ഗാമ കണ്ണൂരിൽ നിന്നും യാത്ര തുടർന്നു. ഒടുവിൽ ഗാമ തന്റെ രണ്ടാം വരവിന്റെ പ്രധാന ഉദ്ദേശമായ ആ മഹാനഗരത്തിന്റെ അരികിലേക്ക് കപ്പലടുപ്പിച്ചു. അതെ, ആദ്യ വരവിൽ ഗാമയെ തുരത്തിയോടിച്ച മഹാനഗരമായ കോഴിക്കോട് സാമൂതിരി രാജാവിന്റെ തുറമുഖത്തിനടുത്ത് ഗാമ തന്റെ കപ്പലുകൾ അടുപ്പിക്കുന്നു. നേരത്തെ തന്നെ ഒരു ഭീമൻ സേന തന്റെ രാജ്യം ലക്ഷ്യമാക്കി വരുന്നത് സാമൂതിരി രാജാവ് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഗാമ കണ്ണൂരുള്ള സമയത്ത് തന്നെ സാമൂതിരി രാജാവ് കൊച്ചി രാജാവിന് ഒരു കത്തെഴുതിയിരുന്നു. ഈ കത്തിൽ പോർച്ചുഗീസുകാർ സൗഹൃദം നടിച്ച് തങ്ങളെ സമീപിക്കുന്നത് ചതിയാണെന്നും പോർച്ചുഗീസുകാരോട് സൗഹൃദപരമായി നിന്നാൽ അവർ മലബാർ മുതൽ തെക്കൻ പ്രദേശങ്ങൾ വരെയുള്ള തീരങ്ങൾ കീഴടക്കുകയും വ്യാപാരം കൈക്കലാക്കാൻ സാധ്യതയുണ്ടെന്നും അവരെ അറിയിച്ചുകൊണ്ടായിരുന്നു ഈ കത്ത് സാമൂതിരി എഴുതി അയച്ചത്. മാത്രമല്ല പോർച്ചുഗീസ് സംഘത്തെ തുരത്താൻ നമ്മൾ ഒന്നിച്ചു നിൽക്കണമെന്നും സാമൂതിരി ഈ കത്തിൽ കൊച്ചി രാജാവിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ കത്തിന് മറുപടിയായി കൊച്ചി രാജാവ് ഒരു കത്ത് സാമൂതിരിക്കും അയച്ചു. തങ്ങളും പോർച്ചുഗീസ് സംഘവും വളരെ സൗഹൃദപരമായി തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അവർക്കെതിരെ ഇപ്പോൾ ഒരു പടയൊരുക്കത്തിന് ഞങ്ങൾ തയ്യാറല്ല എന്നായിരുന്നു കൊച്ചി രാജാവ് ഈ കത്തിൽ സാമൂതിരിയെ അറിയിച്ചത്. കൊച്ചി രാജാവ് സാമൂതിരിക്ക് ഈ കത്തെഴുതുന്നതോടൊപ്പം തന്നെ രാജാവ് മറ്റൊരു പ്രവൃത്തി കൂടി ചെയ്തു. ഈ സാമൂതിരി രാജാവ് ഒന്നിച്ചു നിന്നുകൊണ്ട് പോർച്ചുഗീസ് സംഘത്തിനെതിരെ യുദ്ധം ചെയ്യാൻ സഹായം അഭ്യർത്ഥിച്ചയച്ച ഈ കത്ത് അവിടെ ഉണ്ടായിരുന്ന പോർച്ചുഗീസ് സംഘത്തിന്റെ കൈകളിൽ അദ്ദേഹം എത്തിച്ചു. അവർ വഴി ഈ കത്ത് ഗാമയുടെ കയ്യിലും എത്തി. കോഴിക്കോട് പ്രവേശിക്കുന്നതിന് തൊട്ടു മുൻപ് സാമൂതിരി അയച്ച കത്തും അതിന് മറുപടിയായി കൊച്ചി രാജാവ് അയച്ച കത്തും ഗാമയുടെ കൈകളിൽ കിട്ടിയിരുന്നു. സാമൂതിരി രാജാവ് തനിക്കെതിരെ പടപ്പുറപ്പാടിന് ശ്രമിച്ച വിവരം ഗാമയെ കൂടുതൽ പ്രകോപിതനാക്കി. ഇതിനിടയിൽ സാമൂതിരി മറ്റു വഴികളൊന്നുമില്ലാതെ ഒരു കൊട്ടാര പ്രമുഖനെ ഗാമയുമായി സന്ധി സംഭാഷണത്തിന് അയച്ചു. പക്ഷേ ഈ ആളോട് ഗാമ സംസാരിച്ചത് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന തരത്തിൽ തന്നെയായിരുന്നു. മാത്രമല്ല സുഗന്ധവ്യഞ്ജനങ്ങളുടെ മൊത്തമായ വ്യാപാരവും ഇനി പോർച്ചുഗീസ് ഭരണകൂടത്തിന് മാത്രം കീഴിലാകണമെന്ന ആവശ്യമാണ് ഗാമ മുന്നോട്ട് വെച്ചത്. കൂടാതെ ഈ പ്രവിശ്യയിലുള്ള എല്ലാ അറബി കച്ചവടക്കാരെയും അടുത്ത ദിവസം തന്നെ അവിടെ നിന്നും ഒഴിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. സാമൂതിരി ഗാമയുടെ അറബികളെ ഒഴിപ്പിക്കണം എന്ന ആവശ്യം ഒഴിച്ച് മറ്റെല്ലാ ആവശ്യങ്ങൾക്കും വഴങ്ങിക്കൊടുത്തു. അവിടെ ഉണ്ടായിരുന്ന അറബികൾ കോഴിക്കോട് നഗരവ്യാപാരത്തിന്റെ മുഖ്യ ഘടകമാണെന്നും അവർക്കായി എന്നും ഈ തുറമുഖവും നഗരവും തുറന്നു കിടക്കുക തന്നെ ചെയ്യുമെന്നും സാമൂതിരി ഗാമയെ അറിയിച്ചു. ഈ മറുപടി ഗാമയെ ചൊടിപ്പിച്ചു. ഈ സമയത്ത് കോഴിക്കോട് തുറമുഖത്ത് വരികയായിരുന്ന ഒരു മത്സ്യബന്ധനം നടത്തുന്ന ചെറിയ പായ്ക്കപ്പൽ ഗാമ പിടിച്ചെടുത്തു. അതിലുണ്ടായിരുന്ന ആൾക്കാരെ ഗാമ ബന്ധികളാക്കി. ഈ വാർത്ത സാമൂതിരിയെയും ചൊടിപ്പിച്ചു. 1502 ഒക്ടോബർ 31 രാത്രി ഇരുപക്ഷത്തും പിരിമുറുക്കങ്ങൾക്ക് ആഴം വർദ്ധിച്ചു. ഇരുപക്ഷവും ഒരു യുദ്ധത്തിനായി തയ്യാറെടുപ്പുകൾ തുടങ്ങി. തന്റെ ആവശ്യങ്ങൾ നിറവേറ്റിയില്ലെങ്കിൽ അടുത്ത ദിവസം ഉച്ചതിരിഞ്ഞ് കോഴിക്കോട് നഗരം ആക്രമിക്കുമെന്ന് ഗാമ സാമൂതിരിക്ക് വളരെ ശക്തമായ വാക്കുകളിൽ മുന്നറിയിപ്പ് നൽകി. അതേ രാത്രിയിൽ തന്നെ പോർച്ചുഗീസ് കപ്പൽ കോഴിക്കോട് തുറമുഖത്തെ ചുറ്റി പ്രതിരോധവും ഏർപ്പെടുത്തി. അതേസമയം തന്നെ തീരത്തടുത്താൽ പോർച്ചുഗീസ് സേനയെ തടയാൻ സാമൂതിരിയുടെ സേനയും സജ്ജമാവുകയായിരുന്നു. ചെറുപീരങ്കികൾ തുറമുഖത്ത് രാത്രിയിൽ തന്നെ അവ സ്ഥാപിച്ചു. മാത്രമല്ല കിടങ്ങുകൾ തയ്യാറാക്കിയും തടികൾ കൊണ്ട് ബാരിക്കേഡുകൾ കെട്ടിയും കപ്പലുകളെ തകർക്കാനുള്ള തയ്യാറെടുപ്പുകൾ അവർ നടത്തി. ആക്രമിക്കാൻ പോർച്ചുഗീസ് സൈന്യവും പ്രതിരോധിക്കാൻ സാമൂതിരിയുടെ സൈന്യവും രാത്രിയിൽ തന്നെ തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞു. അടുത്ത ദിവസം നവംബർ 1 ഉച്ചതിരിഞ്ഞ്, അതായത് ഗാമ നൽകിയ അവസാന സമയവും കടന്നുപോയി കഴിഞ്ഞു. തങ്ങളാൽ കഴിയുന്നത്ര പ്രതിരോധ സംവിധാനങ്ങൾ തീർത്തുകൊണ്ട് സാമൂതിരിയുടെ സേന തുറമുഖത്ത് ഗാമയുടെ കപ്പലുകളെ കാത്തു നിൽക്കുകയാണ്. അങ്ങകലെ പോർച്ചുഗീസ് കപ്പലുകൾ തെളിഞ്ഞു വന്നു.
അവ അടുത്തടുത്ത് വരാൻ തുടങ്ങി. എല്ലാവർക്കും കപ്പലിൽ നിൽക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റുന്നത്ര ദൂരത്തിൽ കപ്പലുകൾ വന്നു. മുന്നിലുണ്ടായിരുന്ന കപ്പലുകളിൽ കഴുമരങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് തുറമുഖത്തുണ്ടായിരുന്ന സാമൂതിരിയുടെ സേനയ്ക്കും അവിടെ കൂടി നിന്ന ജനങ്ങൾക്കും വ്യക്തമായി കാണാമായിരുന്നു. അവർ നോക്കി നിൽക്കെ നേരത്തെ പോർച്ചുഗീസുകാർ പിടിച്ചുവെച്ച മത്സ്യത്തൊഴിലാളികളെ കൈകൾ ബന്ധിച്ചുകൊണ്ട് കഴുമരത്തിന് കീഴിൽ നിരത്തി നിർത്തിയിരിക്കുന്നു. നാട്ടുകാരും സാമൂതിരിയുടെ സൈന്യവും നോക്കി നിൽക്കെ അവരെ വളരെ ക്രൂരമായി കഴുമരത്തിൽ കെട്ടിത്തൂക്കി കൊന്നു. ഇങ്ങനെ ഒരു കാഴ്ച ഈ തുറമുഖത്തുണ്ടായിരുന്ന ഒരു മനുഷ്യനും ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഈ മത്സ്യത്തൊഴിലാളികൾ കയറിൽ പിടഞ്ഞു മരിക്കുന്നത് നേരിട്ട് കണ്ട ജനങ്ങൾ ഭയന്ന് പല ദിക്കിലേക്കും ഓടാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന സൈനികരിൽ പോലും ഈ കാഴ്ച ഭയമുണ്ടാക്കി. ഈ കാഴ്ച കണ്ട് സ്തബ്ധരായി നിൽക്കുന്ന സൈനികർക്കും ജനങ്ങൾക്കും ഇടയിലേക്ക് വളരെ പെട്ടെന്ന് കപ്പലുകളിലെ പീരങ്കികൾ തീ തുപ്പി തുടങ്ങി. വളരെ തീവ്രത കൂട്ടിയ ആക്രമണത്തിൽ കോഴിക്കോട് നഗരത്തിന്റെ തീരപ്രദേശത്തെ കെട്ടിടങ്ങളും വീടുകളും തകർന്നു. മരങ്ങൾ കടപുഴകി വീണു. തീവ്രമായ പീരങ്കി ആക്രമണത്തിൽ സാധാരണ ജനങ്ങളും സൈനികരും മരിച്ചു വീണു. ബാക്കിയുള്ള സൈനികർ ജീവഭയം കൊണ്ട് ചിതറിയോടി. പൊരുതി നിന്ന ചില സൈനികർക്ക് അവരുടെ കയ്യിലുണ്ടായിരുന്ന പഴയ വീര്യം കുറഞ്ഞ പീരങ്കികൾ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. പഴയ പീരങ്കികൾ അവർ പ്രയോഗിച്ചെങ്കിലും അതൊന്നും ഈ കപ്പലിനരികിൽ പോലും എത്തുന്നുണ്ടായിരുന്നില്ല. പോർച്ചുഗീസുകാരുടെ ആക്രമണത്തിൽ ഈ നഗരത്തിലുണ്ടായിരുന്ന ഓലമേഞ്ഞ വീടുകളും തടികളിൽ നിർമ്മിച്ച വീടുകളും ഒക്കെ ചാരമായി മാറി. നിരവധി സ്ത്രീകളും കുട്ടികളും അടക്കം ആയിരക്കണക്കിന് പേർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. കോഴിക്കോട് നഗരത്തിനു മേലുള്ള ഈ ആക്രമണം രാത്രി വരെയും തുടരാൻ പോർച്ചുഗീസ് സേന തീരുമാനിച്ചു. ഈ കൂട്ടക്കൊലയും അക്രമവും ഒക്കെ നടത്തിയിട്ടും ഗാമ തൃപ്തനായില്ല. അടുത്ത ദിവസം നേരം പുലർന്ന ഉടനെ ഗാമ വീണ്ടും ആക്രമണം തുടരുക തന്നെ ചെയ്തു. ഇത്തവണ കപ്പൽ കൂടുതൽ കരയോട് അടുപ്പിച്ച് ഉൾപ്രദേശങ്ങളിലേക്ക് പീരങ്കി വഴി ബോംബുകൾ വർഷിച്ചു. ഇതോടെ പൂർണ്ണമായും കോഴിക്കോട് നഗരം അഗ്നിക്കിരയാക്കി. എല്ലാവരും ആ നഗരം ഉപേക്ഷിച്ച് ഓടിപ്പോവുകയായിരുന്നു. എങ്കിലും വാസ്കോ കരയിൽ കയറി ഒരു കരയുദ്ധം നടത്താനും കോഴിക്കോട് നഗരം പിടിച്ചെടുക്കാനും ധൈര്യം കാണിച്ചില്ല. കാരണം സാമൂതിരിയുടെ സൈനികർ എത്ര ശക്തരാണ് എന്നത് അദ്ദേഹം നേരിൽ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ നേരിട്ട് ഒരു കരയുദ്ധം നടത്താൻ ഗാമ തയ്യാറായില്ല. ഈ ആക്രമണത്തെപ്പറ്റി അറിഞ്ഞ മലബാർ തീരമടക്കം എല്ലായിടത്തെയും രാജാക്കന്മാർ ഭയപ്പെട്ടു. ഈ ആക്രമണം മറ്റുള്ളവർക്കുള്ള ഗാമയുടെ താക്കീതായി മാറുകയായിരുന്നു. എങ്കിലും കോഴിക്കോട് തീരത്ത് കരയിലേക്ക് കയറാതെ നവംബർ 3-ാം തീയതി ഗാമ തെക്കൻ തീരത്തേക്ക് തന്റെ കപ്പൽ സേനയെ നയിച്ചു. പെട്രോളിംഗ് നടത്താനും കോഴിക്കോട് തുറമുഖത്ത് കപ്പലുകളുടെ പോക്കുവരവുകൾ തടയാനുമായിരുന്നു ഈ കപ്പലുകൾക്ക് ഗാമ നൽകിയ നിർദ്ദേശം. ശേഷം തെക്ക് ദിശയിലേക്ക് യാത്ര ചെയ്ത ഗാമ കൊച്ചി തീരത്താണ് ചെന്നെത്തിയത്. കൊച്ചിയിലെ ഒന്നിലധികം വരുന്ന ചില പ്രദേശങ്ങൾ കൈയടക്കാൻ ഗാമയ്ക്ക് അധിക സമയം വേണ്ടി വന്നില്ല. അന്ന് കൊച്ചി രാജാവ് സൗഹൃദപരമായി തന്നെയാണ് ഈ പോർച്ചുഗീസ് സംഘത്തെ കണ്ടിരുന്നത്. പക്ഷേ ഗാമയും സംഘവും രാജാവ് അവരിൽ അർപ്പിച്ച വിശ്വാസം ഒരിക്കലും തിരികെ നൽകിയിരുന്നില്ല. കൊച്ചി രാജാവിന്റെ അനുമതിയില്ലാതെ ഒരു തരത്തിലുള്ള നികുതിയും നൽകാതെ പോർച്ചുഗീസുകാർ കൊച്ചി തുറമുഖത്ത് നിന്നും സുഗന്ധവ്യഞ്ജനങ്ങൾ കപ്പലുകളിൽ ലോഡ് ചെയ്തു. ഇതിനിടയിൽ ഗാമ അന്ന് സിലോൺ എന്നറിയപ്പെടുന്ന ശ്രീലങ്കയിലേക്കും കടന്നു ചെല്ലുന്നുണ്ട്. ചെറുപർവ്വതങ്ങൾ കൊണ്ട് നിറഞ്ഞ സമ്പൽ സമൃദ്ധമായ ഈ പ്രദേശത്തെ ഗാമ വിശേഷിപ്പിച്ചത് സുഗന്ധവ്യഞ്ജനങ്ങളും പവിഴവും മുത്തുകളുമൊക്കെ ധാരാളമായി ലഭിക്കുന്ന ഇടമെന്നാണ്. 1503 തുടക്കത്തിൽ ഇന്ത്യൻ തീരപ്രദേശങ്ങളിൽ ഗാമയുടെ താല്പര്യത്തിനനുസരിച്ചുള്ള വ്യാപാരങ്ങൾ നടക്കാൻ തുടങ്ങി. പോർച്ചുഗീസ് പെട്രോളിയം സംഘങ്ങൾ കപ്പലിൽ ഓരോ തുറമുഖങ്ങളിലും തങ്ങളുടെ താല്പര്യാർത്ഥം തന്നെയാണോ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് പരിശോധിക്കുന്നുമുണ്ടായിരുന്നു. കോഴിക്കോട് നഗരത്തിൽ ഗാമ നടത്തിയ നരനായാട്ട് കാരണം ഇപ്പോൾ മറ്റ് ചെറുപ്രദേശങ്ങളൊക്കെ ഗാമയുടെ പ്രീതി പറ്റാനായി പ്രവർത്തിച്ചു തുടങ്ങി. കോഴിക്കോട് നഗരത്തിൽ നടത്തിയ ആക്രമണം തങ്ങൾക്ക് നേരെയും ഉണ്ടാകുമോ എന്ന പേടിയാണ് ഈ ചെറു രാജ്യങ്ങൾക്ക് ഉണ്ടായിരുന്നത്. പോർച്ചുഗീസുകാരെ ധിക്കരിക്കാൻ ആരും തന്നെ അന്ന് തയ്യാറായിരുന്നില്ല. ഈ സമയത്ത് കോഴിക്കോട് രാജാവായ സാമൂതിരി ഗാമയുമായി ഒരു സൗഹൃദ ചർച്ചയ്ക്ക് തയ്യാറായി. അതിനായി അനേകം വിലപിടിപ്പുള്ള സമ്മാനങ്ങളും മറ്റുമായി കൊട്ടാരത്തിലെ ചില പ്രതിനിധികളെ ഗാമയുടെ അടുത്തേക്ക് അയക്കാൻ സാമൂതിരി തയ്യാറായി. ആദ്യം ഈ നീക്കം ഗാമ സംശയത്തോടെയാണ് നോക്കിക്കണ്ടത്. പക്ഷേ ക്ഷണവുമായി വന്നവരുടെ സംസാരത്തിൽ നിന്നും സാമൂതിരി രാജാവ് ഒരു സന്ധിക്ക് തയ്യാറാണ് എന്ന് ഗാമയ്ക്ക് മനസ്സിലായി. ഇതോടെ ഗാമ കോഴിക്കോട്ടേക്ക് പോകാൻ തന്നെ തീരുമാനിക്കുന്നു. ഈ യാത്രയ്ക്കായി ഗാമ ഷാങ്ഡി ഗാമ എന്ന കപ്പലും മറ്റൊരു ചെറിയ വലിപ്പം കുറഞ്ഞ കാരവലുമാണ് തിരഞ്ഞെടുത്തത്. അങ്ങനെ 3 ദിവസമെടുത്ത് ഗാമ വീണ്ടും കോഴിക്കോട് തുറമുഖത്ത് എത്തിച്ചേർന്നു. താൻ വന്നിട്ടുണ്ടെന്നും ചർച്ചകൾക്ക് തയ്യാറാണെന്നും അറിയിക്കാൻ ഗാമ ഒരാളെ കൊട്ടാരത്തിലേക്ക് അയച്ചു. പക്ഷേ ഗാമ അയച്ചയാൾ തിരികെ വന്നില്ല. മാത്രമല്ല കുറച്ചുകൂടി അറിവും വിവരവുമുള്ള ഒരാളെ കൊട്ടാരത്തിലേക്ക് അയക്കാൻ സാമൂതിരിയുടെ ആളുകൾ ഗാമയോട് വന്ന് പറയുകയും ചെയ്തു. ഇത് കേട്ട ഗാമ ആകെ രോഷാകുലനായി. അപ്പോഴേക്കും ദൂതൻ വഴി മറ്റൊരു സന്ദേശം കൂടി വന്നു. നേരം ഇരുട്ടിയതിനാൽ ഇന്ന് രാത്രി വിശ്രമിച്ചതിന് ശേഷം രാവിലെ ചർച്ചകൾ നടത്താമെന്നായിരുന്നു സാമൂതിരിയുടെ സന്ദേശം.
എന്തുകൊണ്ടോ ഗാമ അതിന് സമ്മതിച്ചു. മാത്രമല്ല തിരികെ പോകാൻ അനുകൂലമായ കാറ്റോ കാലാവസ്ഥയോ ആയിരുന്നില്ല അപ്പോൾ ഉണ്ടായിരുന്നതും. അങ്ങനെ അന്നത്തെ രാത്രി കപ്പലിൽ തന്നെ തങ്ങാൻ ഗാമ തീരുമാനിക്കുന്നു. രാത്രി കടന്നുപോയി. അടുത്ത ദിവസം അതിരാവിലെ വളരെ സാവധാനം വെളിച്ചം വീഴാൻ തുടങ്ങിയ സമയത്ത് അങ്ങ് അകലെ നിന്നും ഒരു ചെറിയ കപ്പൽ പോർച്ചുഗീസ് സംഘത്തിന് നേരെ അടുക്കുന്നത് ഗാമയും സംഘവും കണ്ടു. കുറച്ച് അടുത്തേക്ക് വന്നപ്പോൾ അത് 2 കപ്പലുകളായി മാറി. ഒന്നിനു പുറകെ ഒന്ന് വന്നതുകൊണ്ടാണ് അവർക്ക് ആദ്യം അത് ഒരു കപ്പലായി തോന്നിയത്. വളരെ പെട്ടെന്ന് ഈ കപ്പലുകൾക്ക് പിന്നിലായി കൂട്ടമായി എന്തോ ചലിക്കുന്നത് പോർച്ചുഗീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. കുറച്ചുകൂടി അടുത്തേക്ക് വന്നപ്പോൾ അത് ഒരു കൂട്ടം മത്സ്യബന്ധന വള്ളങ്ങളാണെന്ന് ഗാമയ്ക്കും സംഘത്തിനും മനസ്സിലായി. ഇപ്പോൾ ഈ സംഘം അവരുടെ നേർക്ക് വരുന്നത് പോർച്ചുഗീസ് സംഘത്തിന്റെ കപ്പൽ കിടക്കുന്നതിന്റെ വലതുവശത്ത് നിന്നുമാണ്. അപ്പോൾ തന്നെ പെട്ടെന്ന് കപ്പലിന്റെ ഇടതുവശത്ത് നിന്നുള്ളവർ ബഹളം വയ്ക്കാൻ തുടങ്ങി. അവർ മുന്നേ വലതു ദിക്കിൽ നിന്ന് കണ്ടതുപോലെ തന്നെ മറ്റൊരു സംഘം മത്സ്യബന്ധനം നടത്തുന്ന വള്ളങ്ങൾ ഇടതുവശത്ത് നിന്നും കപ്പലിന്റെ നേരെ പാഞ്ഞടുക്കുകയാണ്. അവർ വള്ളങ്ങൾ ഓരോന്നായി എണ്ണാൻ ശ്രമം നടത്തി. 10, 20, 50, 70, അതുമല്ല 100-ലധികം വള്ളങ്ങൾ വീണ്ടും വീണ്ടും കൂടിക്കൂടി വന്നു. ഇതിനിടയിൽ ഉൾക്കടലിൽ നിന്നും കൂടി വള്ളങ്ങൾ കൂട്ടമായി പോർച്ചുഗീസ് സംഘത്തെ വളയുന്നു. 3 ദിക്കുകളിലുമായി വളഞ്ഞു വരുന്ന വള്ളങ്ങളിൽ സാമൂതിരിയുടെ സൈനികർ ഉണ്ടെന്ന് പോർച്ചുഗീസുകാർക്ക് മനസ്സിലായി. മാത്രമല്ല അവർ ചെറു പീരങ്കികൾ ഈ വള്ളങ്ങളിൽ കെട്ടിവെക്കുകയും ചെയ്തിരുന്നു. ഗാമയുടെ കപ്പലിനൊപ്പം ഉണ്ടായിരുന്ന വലിപ്പം കുറഞ്ഞ കാരവൽ തുറമുഖത്തോട് ചേർന്നാണ് ഈ സമയം ഉണ്ടായിരുന്നത്. ആയുധധാരികളായ സൈനികരുമായി വളഞ്ഞ വള്ളങ്ങൾ ആദ്യം ആക്രമിച്ചത് ഈ കാരവലായിരുന്നു. ഞൊടിയിടയിൽ കാരവലിൽ സാമൂതിരിയുടെ സൈന്യം തീ കൊളുത്തി. നിന്ന് കത്തുന്ന ഒരു തീച്ചൂളയായി ഈ കാരവൽ മാറുകയും ചെയ്തു. ശേഷം ഈ കത്തിജ്വലിക്കുന്ന കാരവൽ സാമൂതിരിയുടെ സൈന്യം ഗാമയുള്ള കപ്പലിന് നേർക്ക് തള്ളി നീക്കുകയും ചെയ്തു. ഈ സമയത്ത് തന്നെ ഗാമയുടെ കപ്പലിന് ചുറ്റും വളഞ്ഞ വള്ളങ്ങളിൽ നിന്നും പീരങ്കികൾ തീ തുപ്പി തുടങ്ങി. ഇതൊക്കെ നടന്നത് വളരെ കുറച്ച് സമയം കൊണ്ടാണ്. ശരിക്കും ഗാമ ഞെട്ടുക തന്നെ ചെയ്തു. ഗാമ ക്രോധം കൊണ്ട് വിറയ്ക്കുകയും ചതി ചതി എന്ന് ആവർത്തിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ടുമിരുന്നു. ഏതാണ്ട് പൂർണ്ണമായും ഗാമയും സംഘവും സാമൂതിരിയുടെ സേനകളാൽ ചുറ്റപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഈ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നങ്കൂരം മുറിക്കുക എന്നതാണ്. അതിനായി ഗാമ പോർച്ചുഗീസ് സംഘത്തിന് നിർദ്ദേശവും നൽകി. ഇതിനായി ഡക്കിൽ എത്തേണ്ടതുണ്ട്. പക്ഷേ ഡക്കിൽ എത്തുന്നവരെയൊക്കെ സാമൂതിരിയുടെ സേന പീരങ്കികൾ കൊണ്ട് ആക്രമിച്ചു. നങ്കൂരം മുറിക്കാനായി ശ്രമിക്കുന്ന സൈനികർ വള്ളങ്ങളിലെ പീരങ്കി ആക്രമണത്തിൽ കൊല്ലപ്പെടുകയോ മാരകമായി മുറിവേൽക്കുകയോ ചെയ്തുകൊണ്ടിരുന്നു. ഗാമയുടെ കപ്പൽ അപ്പോഴേക്കും പരിക്കേറ്റ് വീണ പോർച്ചുഗീസ് സൈനികരെ കൊണ്ട് രക്തക്കളമായി കഴിഞ്ഞിരുന്നു. ഒരുപാട് സൈനികരുടെ ജീവനുകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോർച്ചുഗീസ് സേന ഒടുവിൽ നങ്കൂരം മുറിക്കുക തന്നെ ചെയ്തു. ശേഷം ഉൾക്കടലിലേക്ക് നീങ്ങാൻ ശ്രമം നടത്തി. എങ്കിലും കാറ്റ് അവർക്ക് അനുകൂലമായിരുന്നില്ല. കാറ്റ് അവരെ കൂടുതൽ കരയോട് അടുപ്പിക്കുകയാണ് ചെയ്തത്. ശരിക്കും ഗാമയുടെ നേതൃത്വത്തിലുള്ള പോർച്ചുഗീസ് സംഘം മരണം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. എങ്കിലും കപ്പലിലുള്ള പീരങ്കികൾ കൊണ്ട് അവർ തിരിച്ചടി തുടർന്നു. പീരങ്കിയുടെ ശബ്ദത്താൽ കടൽ പ്രദേശം മുഴുവനും നടുങ്ങി. ഈ ശബ്ദം കിലോമീറ്ററുകൾ ദൂരെയുള്ള ഒരു കപ്പലിലെ ക്യാപ്റ്റന്റെ ചെവിയിലും എത്തി. അത് ഇന്ത്യൻ തീരങ്ങളിൽ ഗാമയുടെ നിർദ്ദേശപ്രകാരം പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരുന്ന വിൻസെന്റ് സോദ്രിയായിരുന്നു. അതായത് ഗാമയുടെ 2ാമത്തെ സ്ക്വാഡ്രൺ നിയന്ത്രിച്ചിരുന്നയാൾ. ഈ ശബ്ദം കേട്ടയുടൻ വിൻസെന്റ് സോദ്രെ ഒന്നുറപ്പിച്ചു. അത് പോർച്ചുഗീസ് പീരങ്കികളുടെ ശബ്ദമാണ്. അധികം താമസിയാതെ തന്നെ അദ്ദേഹം തൻ്റെ 5 കപ്പലുകളെയും പീരങ്കികളുടെ ശബ്ദം കേട്ട ഭാഗത്തേക്ക്, അതായത് കോഴിക്കോട് തുറമുഖത്തേക്ക് കപ്പലുകളെ പായിച്ചു. വളരെ ദൂരെ നിന്ന് തന്നെ അനേകം ചെറുവള്ളങ്ങളാൽ ആക്രമിക്കപ്പെടുന്ന ഒരു പോർച്ചുഗീസ് കപ്പൽ അദ്ദേഹം കണ്ടു. 5 കപ്പലുകളിലെയും പീരങ്കികൾ തയ്യാറാക്കിക്കൊണ്ട് വിൻസെന്റ് സോദ്രെ കപ്പലുകളെ വള്ളങ്ങൾക്കിടയിലേക്ക് ഇടിച്ചു കയറ്റി. ശേഷം പീരങ്കികൾ ഓരോ വള്ളങ്ങൾക്കും നേരെ നിർത്താതെ തീ തുപ്പി തുടങ്ങി. സോദ്രയുടെ വളരെ കൃത്യമായ ആക്രമണ തന്ത്രം ശരിക്കും സാമൂതിരി പടയെ ഞെട്ടിച്ചു. വള്ളങ്ങൾ ഓരോന്നായി നിമിഷങ്ങൾ കൊണ്ട് അവർ പീരങ്കികളാൽ തകർത്തെറിഞ്ഞു. അപ്രതീക്ഷിതമായ ഈ ആക്രമണം സാമൂതിരിയുടെ ചെറുവള്ളങ്ങൾക്ക് വൻ ഭീഷണിയായി മാറി. അവർക്ക് പിന്തിരിയുകയല്ലാതെ മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പോർച്ചുഗീസ് കപ്പലുകൾ രക്ഷയ്ക്കെത്തിയതോടെ പരാജയ ഭയം മാറി ഗാമ ധൈര്യം വീണ്ടെടുത്തു. സാമൂതിരിയുടെ സേന അപ്പോഴേക്കും പൂർണ്ണമായും പിന്മാറി കഴിഞ്ഞിരുന്നു. ഗാമയുടെ കപ്പലിൽ എത്തിയ വിൻസെന്റ് സോദ്രെ അവിടെ കണ്ടത് കപ്പലിന്റെ ഡക്കിൽ നിരന്നു കിടക്കുന്ന പോർച്ചുഗീസ് സൈനികരുടെ മൃതദേഹങ്ങളായിരുന്നു. ഈ യുദ്ധത്തിൽ മരണമടഞ്ഞ സൈനികരെ എല്ലാവരെയും ഒരു ചെറുബോട്ടിൽ കൂട്ടിയിട്ടതിന് ശേഷം കടലിൽ വെച്ച് തന്നെ തീ കൊളുത്തുകയാണ് ഗാമ ചെയ്തത്. അതിനുശേഷം കോഴിക്കോട് തുറമുഖ തീരത്ത് ഗാമയും സംഘവും കപ്പലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചുകൊണ്ടിരുന്നു. പക്ഷേ കോഴിക്കോട് നഗരം മുൻപത്തെ പോലെ ആക്രമിക്കാൻ ഗാമ എന്തുകൊണ്ടോ തയ്യാറായില്ല. പക്ഷേ ഈ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ 10 മടങ്ങ് തിരികെ തരുമെന്ന് ഗാമ സാമൂതിരിയെ അറിയിക്കുകയും ചെയ്തു. ശേഷം കപ്പലുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി കണ്ണൂർ തുറമുഖത്തേക്ക് ഗാമയും സംഘവും നീങ്ങി. അവിടെ എത്തിയ ഗാമയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഇപ്പോൾ പോർച്ചുഗീസ് സേന കടലിൽ അതിശക്തരാണ്. പക്ഷേ ഇന്ത്യൻ പ്രദേശത്ത് തങ്ങളുടെ അധികാരം ഉറപ്പിക്കണമെങ്കിൽ കടലിൽ മാത്രമല്ല കരയിലും ആധിപത്യം ആവശ്യമാണ്.
ഇതോടെ കൊച്ചിയിലെ രാജാവുമായി കൂടുതൽ കരാറുകളിൽ എത്തിയതിനു ശേഷം കൊച്ചി തുറമുഖത്ത് ഒരു കോട്ട പണിയാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. 1503 ഫെബ്രുവരി 10 ഈ കോട്ട ഒരു പോർച്ചുഗൽ സൈനിക ക്യാമ്പായി പരിണമിച്ചു. മാത്രമല്ല കൊച്ചിയുമായി പൂർണ്ണമായ സഖ്യകക്ഷികളായി പോർച്ചുഗൽ സംഘം മാറുകയും പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ സൈനിക കേന്ദ്രമായി ഈ പ്രദേശത്തെ മാറ്റുകയും ചെയ്തു. പണി പൂർത്തിയായതോടെ ഇന്ത്യയിൽ തങ്ങളുടെ കോളനി സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ സംഘമായി ഗാമയുടെ കീഴിലുള്ള പോർച്ചുഗീസ് സംഘം മാറി. ഗാമയുടെ സപ്ലൈ ഷിപ്പുകളിൽ അപ്പോഴേക്കും സുഗന്ധവ്യഞ്ജനങ്ങൾ ലോഡ് ചെയ്തു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഗാമ ശേഖരിച്ച സുഗന്ധവ്യഞ്ജനങ്ങളുടെ വൻ ശേഖരവുമായി തിരികെ പോർച്ചുഗീസിലേക്ക് തിരിക്കാൻ ഗാമ തീരുമാനിക്കുന്നു. പക്ഷേ ഈ സമയത്താണ് ഗാമ മറ്റൊരു വാർത്ത അറിയുന്നത്. പോർച്ചുഗീസ് സേനയ്ക്കെതിരെ സാമൂതിരി രാജാവ് വീണ്ടും ഒരു വലിയ പടയൊരുക്കം തന്നെ നടത്തുന്നു എന്നതായിരുന്നു ലഭിച്ച ഈ സന്ദേശം. കഴിയുന്നത്ര കപ്പലുകൾ സാമൂതിരി തയ്യാറാക്കി. മാത്രമല്ല അറബികളുടെ സഹായവും ഇത്തവണ സാമൂതിരി രാജാവ് ഇതിനു വേണ്ടി നേടിയിരുന്നു. ഇത്തവണ വെറും വള്ളങ്ങളല്ല സാമൂതിരി രാജാവ് ഒരുക്കിയിരിക്കുന്നത്. അറബികളിൽ നിന്നും 40ഓളം വലിയ കപ്പലുകളും 100-ലധികം ചെറു കപ്പലുകളും അടങ്ങിയ ഒരു വലിയ കപ്പൽ വ്യൂഹം സാമൂതിരി സ്വന്തമാക്കി കഴിഞ്ഞു. മാത്രമല്ല ഒരു കൂട്ടം നാവിക വിദഗ്ധരെ അദ്ദേഹം വാടകയ്ക്കെടുക്കുകയും ചെയ്തു. കൂടാതെ അറബികളിൽ നിന്നും ആവശ്യത്തിന് പീരങ്കികൾ വില കൊടുത്ത് അവർ വാങ്ങി. ഈ നീക്കം ഭാവിയിൽ പോർച്ചുഗീസ് കോളനിയായി ഇന്ത്യയെ മാറ്റാനുള്ള തങ്ങളുടെ ലക്ഷ്യത്തിന് വെല്ലുവിളിയാകും എന്ന് മനസ്സിലാക്കിയ ഗാമ അതിനെ മുളയിലെ നുള്ളാൻ തന്നെ തീരുമാനിച്ചു. ഈ നാവികപ്പടയുടെ ഒരുക്കം നടക്കുന്ന കോഴിക്കോട് തുറമുഖം ആക്രമിക്കാൻ ഗാമ എല്ലാ ശക്തിയും ഉപയോഗിക്കാൻ തന്നെ തീരുമാനിച്ചു. ഇന്ത്യൻ തീരങ്ങളിലുള്ള ആയുധസജ്ജമായ എല്ലാ പോർച്ചുഗീസ് കപ്പലുകളും ഗാമ കൊച്ചി തീരത്തേക്ക് എത്തിച്ചു. അങ്ങനെ ഗാമയും വിൻസെൻസേന്ദ്രയും കൂടെ രാത്രിയിലാണ് കോഴിക്കോട് തുറമുഖം ആക്രമിക്കാൻ തീരുമാനിക്കുന്നത്. അധികം വൈകാതെ തന്നെ എല്ലാ തയ്യാറെടുപ്പുകളുമായി പോർച്ചുഗീസ് സേന രാത്രിയുടെ മറവിൽ കോഴിക്കോട് തുറമുഖം ആക്രമിക്കാനായി പുറപ്പെട്ടു. അന്നുവരെ സ്വീകരിക്കാത്ത ഒരു യുദ്ധരീതിയാണ് വിൻസെൻസൂദ്രെ ഈ ആക്രമണത്തിൽ പുറത്തെടുത്തത്. വരിവരിയായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കപ്പലുകൾ വളരെ വേഗത്തിൽ കോഴിക്കോട് തുറമുഖത്തിന് സമീപത്തു കൂടി കടന്നു പോകണം. കടന്നു പോകുമ്പോൾ തന്നെ വളരെ കൃത്യതയോടെ സാമൂതിരിയുടെ കപ്പൽപ്പടയ്ക്ക് നേരെ പീരങ്കികൾ കൊണ്ട് ആക്രമണം നടത്തുക. ഇങ്ങനെ വേഗത്തിൽ ആക്രമിച്ചുകൊണ്ട് ഓരോ കപ്പലുകളായി വേഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ സാമൂതിരിയുടെ കപ്പലുകളിൽ നിന്നും ഒരു പക്ഷേ പീരങ്കികൾ കൊണ്ട് തിരികെയുള്ള ആക്രമണം അവരെ ബാധിക്കുകയില്ല. വിൻസെൻസോന്ദ്രയുടെ ഈ തന്ത്രം വളരെ ഫലപ്രദമായി തന്നെ പോർച്ചുഗീസ് സേന അന്ന് രാത്രി നടപ്പിലാക്കി. ഒന്നിനു പിറകെ ഒന്നായി പോർച്ചുഗീസ് കപ്പലുകൾ നിരനിരയായി വൻ ശക്തിയിൽ പീരങ്കി ആക്രമണം കോഴിക്കോട് തുറമുഖത്തുണ്ടായിരുന്ന കപ്പലുകളിലേക്ക് അഴിച്ചുവിട്ടു. രാത്രിയുടെ മറവിൽ ഒരു കപ്പലാക്രമണം ഒരിക്കലും സാമൂതിരി പട പ്രതീക്ഷിച്ചിരുന്നില്ല. മാത്രമല്ല പൂർണ്ണമായും യുദ്ധസജ്ജമല്ലാതിരുന്ന സേന ആകെ പരിഭ്രാന്തരായി. നിമിഷ നേരം കൊണ്ട് കപ്പൽ വ്യൂഹങ്ങൾ അഗ്നിക്കിരയാക്കാൻ പോർച്ചുഗീസ് സൈന്യത്തിന് സാധിച്ചു. ചില കപ്പലുകൾ ഗാമയും സംഘവും പിടിച്ചെടുക്കുകയും ചെയ്തു. ഇത്തവണയും കാറ്റ് വാസ്കോഡ ഗാമയ്ക്കും സംഘത്തിനും അനുകൂലമായിരുന്നു. അവർ കരുതിയ ദിക്കിലേക്ക് കപ്പൽ പായിക്കാൻ തക്ക കാറ്റും അവർക്ക് ലഭ്യമായിരുന്നു. കപ്പലുകൾ തകർത്തെങ്കിലും ഗാമ ഒരു കരയുദ്ധത്തിന് ഇത്തവണയും മുതിർന്നില്ല. കടലിൽ പോർച്ചുഗീസുകാർക്ക് തന്നെയാണ് ആധിപത്യം. പക്ഷേ കരയിൽ കയറിയാൽ കഥ മാറും. ഇത് ഗാമയ്ക്ക് നന്നായി തന്നെ അറിയാം. മാത്രമല്ല ഈ കപ്പൽ വ്യൂഹം തകർത്തത് തന്നെ സാമൂതിരി രാജാവിന് വലിയ തിരിച്ചടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു കരയുദ്ധം ആവശ്യമില്ല എന്ന് ഗാമ കരുതിയിരിക്കാം. സാമൂതിരി രാജാവിന്റെ കപ്പൽ വ്യൂഹത്തെ തകർത്തതിന് ശേഷം ഗാമ നേരെ കണ്ണൂരിലേക്കാണ് പോകുന്നത്. ഈ ആക്രമണം അറിഞ്ഞ കണ്ണൂർ മലബാർ തീരങ്ങളിലുള്ള ചെറു രാജ്യങ്ങളൊക്കെ പോർച്ചുഗീസുമായി സഖ്യത്തിലായി. നേരത്തെ തന്നെ കൊച്ചിയിൽ നിർമ്മിച്ചതുപോലെയുള്ള ഒരു സൈനിക താവളം ഗാമ കണ്ണൂരും നിർമ്മിച്ചു. തീരപ്രദേശത്തുള്ള ഒട്ടുമിക്ക ചെറു രാജ്യങ്ങളും ആക്രമണം ഭയന്ന് പോർച്ചുഗീസുമായി സഖ്യത്തിലായതോടെ മലബാർ തീരങ്ങളിൽ കച്ചവടം നടത്തുന്ന എല്ലാ കപ്പലുകൾക്കും ഗാമ നികുതി ഏർപ്പെടുത്തി. മാത്രമല്ല പോർച്ചുഗീസിന്റെ അധീനതയിൽ വന്ന എല്ലാ തുറമുഖങ്ങളിലും ഇറക്കുമതി നടത്താനും കയറ്റുമതി നടത്താനും തിരിവുകളും ഏർപ്പെടുത്തി. 1503 ഫെബ്രുവരി 22 ഗാമ സുഗന്ധവ്യഞ്ജനങ്ങൾ നിറച്ച കപ്പലുകളുമായി തിരികെ പോർച്ചുഗീസിലേക്ക് പോകാൻ തീരുമാനിച്ചു. പക്ഷേ അപ്പോഴും വൻ സൈന്യവുമായി രണ്ടാം തവണ ഗാമ വന്ന ലക്ഷ്യം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. അത് കോഴിക്കോട് രാജാവായ സാമൂതിരിയെ കീഴടക്കുക എന്നതായിരുന്നു. തിരികെ പോകുമ്പോൾ ഇന്ത്യൻ കടൽ തീരങ്ങളിൽ പെട്രോളിംഗ് നടത്താനും കോഴിക്കോട് തുറമുഖത്തെ കപ്പലുകളെ ആക്രമിക്കാനും കൊച്ചിയിലെയും കണ്ണൂരെയും പോർച്ചുഗീസ് സൈനിക താവളങ്ങൾ സംരക്ഷിക്കാനും ചെറിയ ഒരു കപ്പൽ സേനയെ നിയമിച്ചിരുന്നു. ഈ ചെറുസേനയെ നിയന്ത്രിക്കുന്നതിനായി ഗാമയുടെ അമ്മാവൻ കൂടിയായ വിൻസെൻസോദ്രയെ നിയമിക്കുകയും ചെയ്തു. 1503 സെപ്റ്റംബറിൽ രണ്ടാം യാത്ര പൂർത്തിയാക്കി ഗാമ തിരികെ പോർച്ചുഗീസിലെ ലിസ്ബൺ തുറമുഖത്ത് എത്തിച്ചേർന്നു. ഇത്തവണയും യാത്രയുടെ പ്രധാന ലക്ഷ്യം പൂർത്തിയാക്കാത്ത ഗാമയിൽ മാനുവൽ രാജാവ് സന്തുഷ്ടനായിരുന്നില്ല. മാത്രമല്ല ഗാമ നയിച്ച വിൻസെൻസോദ്രയുടെ സൈന്യവും വൻ പരാജയമായി മാറിയതോടെ ഗാമയെ ഇന്ത്യൻ ഭൂഖണ്ഡത്തിലെ പ്രവർത്തനങ്ങളിൽ നിന്നും യാത്രകളിൽ നിന്നുമൊക്കെ മാനുവൽ രാജാവ് മാറ്റി നിർത്തി. 1505 പോർച്ചുഗീസ് രാജാവായ മാനുവൽ ഒന്നാമൻ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് ഗവർണറെയും വൈസ്രോയിയെയും നിയമിക്കാൻ തീരുമാനിക്കുമ്പോൾ പോലും ഗാമയെ അവഗണിക്കുകയായിരുന്നു.
മാത്രമല്ല ആ സ്ഥാനം ഫ്രാൻസിസ്കോ ഡി അൽമേഡയ്ക്ക് നൽകുകയും ചെയ്തു. തുടർന്നുള്ള 2 ദശാബ്ദക്കാലം വാസ്കോ ഡ ഗാമ കടൽ യാത്രകളിൽ നിന്നും മാറി നിന്നു. ശാന്തമായ ജീവിതം നയിക്കുകയും ചെയ്തു. 1507 ഓർഡർ ഓഫ് ക്രൈസ്റ്റിലേക്ക് മാറുന്നതുൾപ്പെടെ മാനുവൽ രാജാവിൻ്റെ പ്രീതിയിലേക്ക് മടങ്ങാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾക്ക് കാര്യമായ ഫലങ്ങളൊന്നും ഉണ്ടായില്ല. ഒഴിവാക്കലുകൾ സഹിക്കവയ്യാതെ ഗാമ സ്പെയിനിലേക്ക് കൂറുമാറാൻ വരെ തീരുമാനിച്ചിരുന്നു. ഇതോടെ ഇന്ത്യൻ യാത്രകളുടെ വിവരങ്ങൾ സ്പെയിനിന് ലഭിക്കും എന്ന ഒറ്റ കാരണം കൊണ്ട് ഈ വാർത്തയറിഞ്ഞ മാനുവൽ ഒന്നാമൻ ഗാമയ്ക്ക് വളരെ തിടുക്കത്തിൽ തന്നെ ഫ്യൂഡൽ പദവി നൽകി ആദരിച്ചു. മാത്രമല്ല വാസ്കോ ഡ ഗാമയ്ക്കും അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികൾക്കും വരെ എല്ലാ വരുമാനങ്ങളും ആനുകൂല്യങ്ങളും അനുവദിച്ച് നൽകുകയും ചെയ്തു. ഇതോടെ ഒരു ചെറിയ പ്രഭു മാത്രമായിരുന്ന ഗാമ പോർച്ചുഗലിലെ ഏറ്റവും സമ്പന്നരിൽ ഒരാളായി മാറി. 1521 അവസാനത്തിൽ മാനുവൽ ഒന്നാമൻ രാജാവിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകനും പിൻഗാമിയുമായ ജോൺ മൂന്നാമൻ ഭരണത്തിൽ വരുന്നു. ജോൺ മൂന്നാമൻ തൻ്റെ പ്രധാന ഉപദേശകരിൽ ഒരാളായി വാസ്കോ ഡ ഗാമയെയും നിയമിച്ചു. അന്നത്തെ ഇന്ത്യയുടെ പോർച്ചുഗീസ് ഗവർണറായിരുന്ന ഡാർട്ടെ ഡി മെനസിസ് എന്നയാളിൽ ജോൺ മൂന്നാമന് അധിക താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 1524 ഫെബ്രുവരിയിൽ ജോൺ മൂന്നാമൻ വാസ്കോ ഡ ഗാമയ്ക്ക് ഇന്ത്യയുടെ വൈസ്രോയ് എന്ന പദവി നൽകുകയും ചെയ്തു. 1505 ഫ്രാൻസിസ്കോ ഡി അൽമേഡയ്ക്ക് ശേഷം ഈ പദവി ലഭിക്കുന്ന 2ാമത്തെ പോർച്ചുഗീസ് ഗവർണറായിരുന്നു വാസ്കോ ഡ ഗാമ. 1524 ഏപ്രിൽ 14 കപ്പലുകളുമായി തൻ്റെ 3ാമത്തെയും അവസാനത്തെയും യാത്ര പുറപ്പെട്ട വാസ്കോ ഡ ഗാമ ഈ യാത്രയിൽ തൻ്റെ 2 മക്കളായ എസ്റ്റാവോ, പൗലോ എന്നിവരെയും കൂടെ കൂട്ടി. ഈ യാത്രയിൽ വൻ കൊടുങ്കാറ്റിലും തിരകളിലും പെട്ട് 4 കപ്പലുകൾ ഗാമയ്ക്ക് നഷ്ടമായി. ഒടുവിൽ 1524 സെപ്റ്റംബറിൽ അദ്ദേഹം 3ാമതും ഇന്ത്യയിലേക്ക് എത്തുന്നു. പോർച്ചുഗീസ് ഇന്ത്യയിൽ പുതിയ ഉത്തരവുകൾ നടപ്പാക്കാൻ വാസ്കോ ഡ ഗാമ തൻ്റെ അധികാരങ്ങൾ ഉപയോഗപ്പെടുത്തി. അതുവരെ ഉണ്ടായിരുന്ന പോർച്ചുഗീസ് ഉദ്യോഗസ്ഥരെയൊക്കെ മാറ്റി തനിക്കിഷ്ടമുള്ള ആളുകളെ അദ്ദേഹം നിയമിക്കുകയും ചെയ്തു. എന്നാൽ ഗാമ ഇന്ത്യയിലെത്തി അധിക നാൾ താമസിയാതെ തന്നെ മലേറിയ എന്ന രോഗം അദ്ദേഹത്തെ പിടികൂടി. രോഗം മൂർച്ഛിച്ച് 1524 ഡിസംബറിലെ ക്രിസ്മസ് രാത്രിയിൽ കൊച്ചി നഗരത്തിൽ വെച്ചാണ് വാസ്കോ ഡ ഗാമ മരണപ്പെടുന്നത്. ഇതോടെ ഗാമയുടെ പിൻഗാമിയായി അദ്ദേഹത്തിനൊപ്പം വന്ന ക്യാപ്റ്റന്മാരിൽ ഒരാളായിരുന്ന ഹെൻട്രിക് ഡി മെനിസിസ് ഇന്ത്യയുടെ ഗവർണറായി സ്ഥാനമേറ്റു. വാസ്കോ ഡ ഗാമയുടെ മൃതദേഹം കൊച്ചി നഗരത്തിലെ ഫോർട്ട് കൊച്ചിയിലുള്ള സെന്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് സംസ്കരിച്ചത്. പക്ഷേ 1539 അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങളും അദ്ദേഹം ധരിച്ചിരുന്ന ആഭരണങ്ങളുമൊക്കെ പോർച്ചുഗീസിലേക്ക് തിരികെ കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യയിലേക്കുള്ള ആദ്യ വരവിൽ ഒരു പര്യവേഷകനായും 2ാമത്തെ വരവിൽ ഒരു കടൽ കൊള്ളക്കാരനായും 3ാമത്തെ വരവിൽ ഇന്ത്യയുടെ 2ാമത്തെ വൈസ്രോയിയായി മാറിയ ഗാമയുടെ ചരിത്രം 1539 ഡിസംബർ 24 രാത്രിയിൽ അവസാനിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത കഥയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.